രാവിലെ ഉമ്മച്ചളിക്കോ എന്താ ഇവിടെ നിനക്ക് ക്ലാസ് ഒന്നുമില്ലേ? ഇപ്പൊ തിയറിയാ ബോറ ബോറ. ചേച്ചിക്ക് പ്രാക്ടിക്കലിനോടാ താല്പര്യം. ALS ആന്റി ലവ് സ്ക്വാഡ് പ്രണയിക്കാൻ അനുവദിക്കില്ല. നമുക്ക് ആരും അവകാശമില്ലട്ടാ. ഇല്ലാന്നാ. സ്വപ്നം കണ്ടു ഉരുണ്ട് പോവുകയും ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നിരപരാധിയല്ലേ? എടാ സോറി, ക്ഷമിക്ക് നീ. എടാ നിനക്കൊരു കാര്യം അറിയൂ? എന്ത്? ഞാൻ സ്വപ്നത്തിൽ ജീവിക്കുന്നടാ. ആ ഞാനിപ്പോ മരിച്ചാനെ. അല്ല നീ ഇങ്ങനെ താഴ്ത്തിക്കണത്? ഞാൻ നേരത്തെ വീണതാ. എന്താടാ എന്താന്ന്? സ്വപ്നമായിരുന്നല്ലേ? സത്യം പറടാ, നീ ഇലക്ഷൻ തോക്കുന്ന സ്വപ്നമില്ലാണ്ട്. അത് നീ എങ്ങനെ അറിഞ്ഞേ? അതൊക്കെ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. നീ തോക്കാൻ വേണ്ടി ജനിച്ചതല്ലേ? ഇല്ല മോനെ, ഈ പ്രാവശ്യം ഞാൻ തോക്കൂല. അതിനുള്ള തന്ത്രമൊക്കെ ഞാൻ മെനഞ്ഞിട്ടുണ്ട്. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി. ഓക്കെ? വല്ലേക്കടാ പട്ടി. എന്നടാ കളിക്കുന്നത്? എന്താടാ? ഞാനേ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞല്ലേ, അതിവിടെ ഒരു പെണ്ണ് പ്രേമിക്കുന്നടാ. ഇവനാ? ഇവന്റെ പെണ്ണെങ്ങനെ? അടാ കുഴപ്പം. എന്ത് ഇപ്പം? ഞാനേ ബാക്കേ കണ്ടുള്ളൂ, ഫ്രണ്ട് സൈഡ് കണ്ടില്ല. നീ സ്വപ്നമല്ല കണ്ടേ, സിനിമയൊന്നല്ലല്ലോ. ബാക്ക് എങ്ങനെ? വിഷമായി. ഇന്ന് പ്രചരണത്തിന്റെ അവസാന ദിവസം, നമ്മുടെ ശക്തി തെളിയിച്ചേ പറ്റൂ. ഇന്ന് അവളുടെ മുന്നിലേ എനിക്കും എൻ്റെ പ്രണയത്തിന് ശക്തി തെളിയിക്കണം. എടാ, നിന്നെയൊക്കെ ഒരു പെണ്ണിനല്ലേ ഇഷ്ടമുള്ളൂ. എന്നെ കോളേജിലെ മുഴുവൻ പെമ്പിളർക്ക് ഇഷ്ടം. എടാ മണ്ട, ആ ഇഷ്ടല്ലേ ഇഷ്ടം. എടാ, നമ്മുടെ കോളേജിലെ എല്ലാവരും നമുക്ക് സഹോദരി സഹോദരന്മാരാണ്. പിന്നെ ഈ ആണും പെണ്ണും പ്രേമിക്കല് വലിയ ടാസ്ക് ഒന്നുമല്ല. ഒരു ചിരി, 2 കണ്ണിറുക്കും, പെണ്ണ് ഫ്ലാറ്റ്. നീ ഒന്ന് കണ്ണിറുക്കി നോക്ക്, അപ്പൊ അറിയാതിന് ടഫ്നെസ്. എടാ, നിനക്കൊന്നും നാണമില്ലേ? ഫൈനൽ ഇയറിന് പഠിക്കുന്ന നീയൊക്കെ ഇതുപോലത്തെ വൃത്തികെട്ട പ്രണയം കൊണ്ട് നടക്കുന്നു. വൃത്തികെട്ട പ്രണയോ? പിന്നെ അല്ലാണ്ട് വെറുതെ അല്ല കോളേജിൽ ALS എന്ന സംഘടന രൂപീകരിച്ച്. അത് ശരിയാ. കാമുകൻ കാമുകിയെ വെട്ടിക്കൊന്നു, കാമുകനും കാമുകിയും ആത്മഹത്യ ചെയ്തു, കാമുകൻ മരിച്ചു, കാമുകി രക്ഷപ്പെട്ടു. അങ്ങനെ എത്ര ദുരന്തങ്ങൾ. അതെ, അപ്പൊ രാഷ്ട്രീയത്തിൽ കൊലപാതകമൊന്നുമില്ലേ? കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിലെ ഒരു പാവപ്പെട്ട കുട്ടിയെ മരിച്ചത്. അതും ശരി. ഡാ, അതൊക്കെ വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. എന്താ ആളെ കൊല്ലെന്താ? അങ്ങനെയാണെങ്കിലേ എന്റെ പ്രണയം അതിനെക്കാട്ടും വലിയ പോരാട്ടമാണ്. മനസ്സിലായ? നിനക്ക് മനസ്സിലായ? ഓ നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിൽ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രവർത്തകൻ നഷ്ടപ്പെട്ടു. അതിലെല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷെ അതിന് തുല്യമായ തിരിച്ചടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ വിളിപ്പിച്ചത്. സോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ സസ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഓർഡർ ഇടേണ്ടി വരും. ഇലക്ഷനേക്കാൾ വലുത് എനിക്ക് വിദ്യാർത്ഥികളുടെ ജീവനാണ്. അതേത് പ്രസ്ഥാനമായാലും ശരി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് തരാൻ സാധിക്കുമോ? അങ്ങനെ ഉറപ്പൊന്നും തരാൻ പറ്റില്ല സാറേ. ഉറപ്പ് തരാം സാർ. SFIയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഞാൻ ഉറപ്പുതരാം സാർ, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ JP, എനിക്കിതിന് വിശ്വാസമാണ്. ഐ വിഷ് യു എ ഗ്രേറ്റ് സക്സസ്. താങ്ക് യു സാർ.
പൊന്നൊക്കെ ചിരിക്കുന്നാടാ. ഓടി നോക്കി ചിരിക്കുന്നു. ഒരു കാര്യമില്ല. അതെ, ലഞ്ച് ബ്രേക്കിന് കാണേ. ഷഹാന കണ്ട കണ്ട നമ്മളെ കാണുമ്പം പിള്ളേർക്കുള്ളൊരു ബഹുമാനം. അതിന് ഓളോടി നമ്മളായിട്ടൊന്നല്ല. പിന്നെ Hey fella, this Cali better see na hey comes with the color of the air, let's put it right. They be biting ഇവരാ ഇവരെ ഈ പ്രാവശ്യം നേരത്തെ അറിയാം. inside the gas, gonna fuck your life. And the boy a jam, pick up nalla shadappa. Team is high in frame, go to flipper. God help us, don't Hi, need Pooja. another. ഹായ് ജെപ്പി. എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. എന്താ പുതിയ പരിപാടി? നമ്മൾ ഈ കോളേജ് ഒരു ലവ് ഫ്രീ ക്യാമ്പസ് ആക്കി മാറ്റാനുള്ള പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ലവ് ഫ്രീ ആയിട്ടാ? കൊള്ളാല. അല്ല അല്ലല്ലോ ഫ്രീ തന്നെ അല്ലേ? മോനെ പ്രണയമില്ലാത്ത ക്യാമ്പസ്, ലവ് ഫ്രീ ക്യാമ്പസ്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ല അതിന് മാത്രം ഇവിടെ എന്ത് പ്രശ്നമുണ്ടേ? എന്താ ഉണ്ടായെന്നോ? പ്രണയം നിരസിച്ചതിന് കാമുകൻ കാമുകിയുടെ കൈപ്പത്തി വെട്ടി മാറ്റിയെന്നു. ഇത് ഇന്നത്തെ പത്രം. പ്രണയം നിരസിച്ചതിനെ യുവാവ് പെൺകുട്ടിയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന് അങ്ങ് കോട്ടയത്ത്. ഇത് ഇന്നലത്തെ പത്രം. ഇതുപോലെ എത്ര എത്ര ദുരന്തങ്ങളായി നശിച്ച പ്രേമം കാരണം ഓരോ ദിവസം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഒരുത്തിനൊരുത്തി ഈ കോളേജിൽ മനസ്സ് മാത്രം പ്രേമിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മുടെ മീറ്റിംഗിന് നോട്ടീസ് വാങ്ങൂ. വാങ്ങടോ. കേസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തോണ്ട് നമ്മള് അവർക്ക് വോട്ട് ചെയ്യുന്നില്ല അല്ലേ? ഓഫ് കോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ SFI നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകും. നീ എന്താ പറയുന്നത്? ഓള് വെറും പൂജയല്ല, പൂജ വട്ടാണ്. കുന്തം എടാ അവരാകപ്പാടെ 10-20 വരെ ഉള്ളൂ. കോളേജ് മൊത്തമല്ല ഓസും വിദ്യാർത്ഥികൾ മാത്രമല്ല പല ടീച്ചേഴ്സ് പോലുള്ള ഓസാണ്. അതെ, അടുത്ത പ്രാവശ്യം ഒരു ഇലക്ഷനും കയറി നിൽക്കോ. ബെസ്റ്റ് എടി കോളേജിലെ ഓവേഴ്സ് നമുക്കെതിരെ തിരിഞ്ഞ എപ്പോൾ തോറ്റു ചോദിച്ചാൽ മതി. പിന്നെ വെറുതെ ആണ് കേസുകാർ ഓർക്ക് സപ്പോർട്ട് കൊടുക്കാതിരുത്തേ. അതിന് നേതാവിന് ബുദ്ധിയിലുണ്ടായ നമ്മളെന്ത് ചെയ്യാ? അത് ശരിയാ. മനസ്സുകൊണ്ടാണെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിക്കാത്ത ആണും ആണിനെ പ്രേമിക്കാത്ത പെണ്ണും ഉണ്ടാവില്ല, ഉറപ്പാ. ശരിയോ ഒന്നിരിക്കി സെക്കൻഡ് ബി ഇംഗ്ലീഷിലെ നീലിമേനെ ഭയങ്കര ഇഷ്ടം. അതിന് ഓള് നോക്കിയിട്ട് ഒന്ന് പോടാ. അനക്ക് പ്രേമൊന്നുമില്ല. എനിക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. ജീവിക്കുന്നെങ്കിൽ ഒരു SFI കാരനായിട്ട്, അതല്ല മരിക്കുന്നെങ്കിൽ അതും ഒരു SFI കാരനായിട്ട്. അതാണ് എടാ ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ ആരും വെറുപ്പിക്കാൻ പാടില്ല. എടാ ഏലസ് 10 വോട്ട് കൂടുതൽ കിട്ടിയ നല്ലതല്ലേ? ആ 10 വോട്ടിന് 100 വോട്ട് പോയി കിട്ടും. ഓൻ്റെ ഒരു 10 വോട്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കഴിഞ്ഞ 12 വർഷമായി നമ്മുടെ കോളേജ് യൂണിയൻ ഭരണം KSയുടെ കയ്യിലാണ്. നമ്മുടെ കോളേജിന്റെ ഇന്നത്തെ അധപ്പതനത്തിന് കാരണം മണ്ണിനും പിണ്ണാക്കിനും കൊള്ളാതെ KSOക്കാരുടെ ദുർഭരണമാണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ എന്തെങ്കിലും പ്രശ്നത്തിന് ഇന്ന് വരെ പരിഹാരം കണ്ടെത്താൻ KSOക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? നിങ്ങൾ അവരെ ജയിപ്പിച്ചോണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ SFIയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി നിലയിൽ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ എന്നെ തോൽപ്പിക്കണം എന്നാണ്. തെറ്റിയില്ല സുഹൃത്തുക്കളെ. ഒരുപക്ഷെ ലോകത്ത് ഒരു സ്ഥാനാർത്ഥിയും ഇന്ന് വരെ പറയാൻ ധൈര്യം കാണിക്കാത്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ എന്നെ തോൽപ്പിക്കണം. നമ്മുടെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം കാണരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ തോൽപ്പിച്ചേ മതിയോ. നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ SFIയുടെ കരുത്തനായ പ്രവർത്തകൻ സുജിത്ലാൽ കൊല്ലപ്പെട്ടിട്ടും ആത്മസംയമനം പാലിച്ച SFIക്കാരുടെ ഔദാര്യമാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ശാന്തിയും സമാധാനവും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി തോൽപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. കൊള്ളാം. എൻ്റെ പൊന്ന് JP, ഒരു സ്ഥാനാർത്ഥി എപ്പോഴും വിജയത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. തോക്കുമെന്ന് ഉറപ്പാണെങ്കിലും ജയിക്കുമെന്നേ പറയാവൂ. എടാ കഴിഞ്ഞ തവണ നമ്മൾ എന്നാ പറഞ്ഞേ ജയിപ്പിക്കണം എന്നല്ലേ? എന്നിട്ട് ജയിച്ചോ? ഇല്ല. അതിന്റെ മുന്നിൽ തവണ ഇതന്നെയല്ലേ പറഞ്ഞേ? എന്നിട്ട് ജയിച്ചാ? അതുകൊണ്ട് ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. നെഗറ്റീവ് പറഞ്ഞ് പോസിറ്റീവ് ചിന്തിപ്പിക്കാം. കുട്ടികളെ കൈയടിച്ചണ്ട. കൈയടിക്ക് കഴിഞ്ഞ തവണ കൊണ്ടുവരും. പക്ഷെ കൈയടിച്ചാൽ മതി, നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല. എന്നാലേ ഇത്തവണ അങ്ങനെ ആവില്ല. നീ കണ്ടോ? കാണാം. അത് KSOന്റെ തല കെട്ടിവെച്ച്
നിരപരാധികളായ 4 കേസ് പ്രവർത്തകരാണ് കഴിഞ്ഞ വർഷം ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയത്. അവരുടെ ഭാവി ഇരുട്ടിലായിരിക്കുകയാണ്. ആ കേസിന്റെ അന്വേഷണം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അന്ന് നിങ്ങളെല്ലാവരും KSO എന്ന ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കും. ഈ കോളേജിന്റെ ഇന്ന് കാണുന്ന എല്ലാ പുരോഗതിക്കും കാരണം കേരള സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ ആണ്. ആ പുരോഗതി നിങ്ങൾക്ക് തുടർന്ന് വേണ്ട എന്നാണെങ്കിൽ ഈ സുബിൻ മാങ്കുറ്റി എന്ന എന്നെ നിങ്ങൾ വൻ ഭൂരിപക്ഷത്തോട് തോൽപ്പിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. കണ്ട നമ്മൾ അനുകരിക്കുന്നുണ്ടാ. അപ്പൊ ഏറ്റുമല്ലേ? പിന്നല്ല പിന്നെ നീ രാവിലെ തന്നെ പോളിസി എടുപ്പിക്കാൻ വന്നതാ? ഞാൻ കരുതി വല്ല ഡൗട്ടും ചോദിക്കാൻ വന്നതാ. പാവങ്ങൾക്ക് എന്ത് ഡൗട്ട് മാഡം? മോനെ, ഇത് പഠിക്കേണ്ട സമയം. പോയി പഠിക്കാൻ നോക്ക്. ഗോ ടു യുവർ ക്ലാസ്. ജോലിയാ മാഡം, ഇതെൻ്റെ ജോലിയാ മാഡം. നാട്ടിലിങ്ങനെ പല ജോലിയും ചെയ്തുകൊണ്ടിരുന്ന് ഞാൻ ഇവിടെ വന്നത് കോളേജിൽ പഠിക്കാനുള്ള പൂതി കൊണ്ടാണ്. പഠനത്തിനുള്ള ചെലവ് സ്വയം കണ്ടെത്തി പഠിക്കുന്നവർ ഈ കോളേജിൽ വളരെ കുറവാണ്. അങ്ങനെയുള്ള എന്നെ മാഡത്തെ പോലുള്ളവർ നിരുത്സാഹപ്പെടുത്തുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ട്. എന്നാലും ഞാൻ തളരില്ല മാഡം. എതിർപ്പിൽ തളർന്നു പോയവരാരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ലല്ലോ. ഞാൻ വിജയിക്കാൻ ചെയ്യും. ഇടോ, താനൊരു പോളിസി ഇറക്ക്. ഒരൊപ്പ് ചെറുതായിട്ട്